പാരമ്പര്യമായിട്ട് ഇത്തരം കലകളും അതുപോലെ പാട്ടുകളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ വളർന്നിട്ടുള്ള ഒരനുഭവം. അപ്പോൾ ആ രീതിയിൽ അത്തരം പാട്ടുകൾ കേൾക്കാനും ആ പാട്ടുകളുടെ ഉള്ളടക്കം മനസ്സിലാക്കാനും ഉള്ളൊരു വല്ലാത്ത താല്പര്യം അത് വളരെ ചെറുപ്പം മുതൽക്ക് ഉണ്ട്. പിന്നെ നമ്മൾ അന്വേഷിച്ച് ചെന്ന സമയത്ത് അതിനകത്ത് കുറേ അറിവുകൾ, നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുറേ നാട്ടറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള താല്പര്യമാണ്. പിന്നെ ഇതിൻ്റെ ഈണത്തിന്, താളത്തിന് ഒക്കെ തന്നെ വല്ലാത്തൊരു ആകർഷണം അതുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു താല്പര്യം. അങ്ങനെയാണ് പുതിയ പാട്ടുകൾ വെച്ചാൽ പഴയ കാലത്തെ പാട്ടുകൾ കണ്ടെത്താനും അതിൻ്റെ ഈണം മനസ്സിലാക്കാനും അതിൻ്റെ താളം എന്താണെന്ന് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി പുതിയ തലമുറയിലെ കുട്ടികളെ കൊണ്ട് അത് പാടിച്ച് ജനങ്ങളെ കേൾപ്പിക്കാനുള്ളൊരു താല്പര്യം അങ്ങനെ ഉണ്ടായത്. അപ്പോൾ നന്ദുണിപ്പാട്ടിൻ്റെ ഒരു ആശാനെ ഞങ്ങൾ പോയി കണ്ടു. ഒറ്റപ്പാലത്തിനടുത്ത് വേലപ്പനാശാൻ. വേലപ്പനാശാൻ ഇരുന്നു ഒരുപാട് പാട്ടുകൾ. പക്ഷേ നന്ദുണിപ്പാട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ പാടി അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാനമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുള്ള പാട്ടുകളൊക്കെ തന്നെ പാടിത്തന്നു. ഇനിയും പാട്ടുകൾ പാടിത്തരാണ്ട് നിങ്ങൾ ഇനി ഒരിക്കൽ വരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകുന്നതാണ്. പക്ഷേ അദ്ദേഹം അധികകാലം ജീവിച്ചിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോടു കൂടി ആ കല ഏകദേശം അവിടെ അസ്തമിക്കുകയാണ്. അങ്ങനെ കുറേയധികം കലകൾ, പാട്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പല പാട്ടുകളെയും വീണ്ടെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പാലക്കാടിൻ്റെ കലകളെ എത്തിക്കുന്നതിന് അതിന് വലിയൊരു സഹായം ആയിട്ടുണ്ട്. ആ രീതിയിൽ വലിയൊരു സാംസ്കാരിക നേതൃത്വമാണ് കാവേറ്റവും ചന്ദ്രൻ സാറും നിർവഹിക്കുന്നത്. ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും നല്ല 2 പാട്ടുകളാണ് പള്ളിവാളും ഭദ്രവട്ടകം എന്നുള്ള നന്ദുണിപ്പാട്ടും അതുപോലെ തന്നെ മാണിക്യക്കല്ലിനെ മറക്കില്ല ഞാൻ എന്ന് പറയുന്ന പാട്ട്. ആ രീതിയിലുള്ള കുറേ പാട്ടുകൾ. അതുപോലെ തന്നെ നന്ദുണിപ്പാട്ടിലെ പുതിയൊരു പാട്ട് അതും ഞങ്ങൾ കണ്ടെത്തിയതാണ്. ചിറ്റാരം ഗംഗ നല്ല എന്ന് തുടങ്ങുന്ന നന്ദുണിപ്പാട്ടിലെ വരികൾ ഞങ്ങളത് പുറത്തു കൊണ്ടുവന്ന ആ പാട്ട്. അങ്ങനെ കുറേ പാട്ടുകൾ, ആ പാട്ടുകൾ കണ്ടെത്താം. അതുപോലെ തന്നെ ഈ കുത്തനൂർ ഭാഗത്തുനിന്ന് നമ്മൾ അവിടെയുള്ള നാടൻ കലാകാരന്മാരെ വെച്ച് വരുത്തി അവരുടെ ചില പാട്ടുകളുണ്ട്. അവർ മാത്രം പാടി കളിക്കുന്ന പാട്ടുകളുണ്ട്. അതിലുള്ളതാണ് ഒരു മലയപ്പൊറാട്ട്. മലയപ്പൊറാട്ട് ആക്ച്വലി കന്യാർക്കളിയുടെ ഭാഗമാണ്. പക്ഷേ ഇവർ മാത്രമായിട്ട് പാടിക്കളിക്കുന്ന ഒരു മലയപ്പൊറാട്ടുണ്ട്. കണ്ണമ്മ കണ്ണമ്മ കറി എന്ത് കാക്കറച്ചിയും കണ്ണമ്മീനും എന്ന് പറയുന്നൊരു പാട്ടാണ്. സാറിൻ്റെ ഇത്തരം കലാപ്രവർത്തനങ്ങളോട് സഹപ്രവർത്തകരുടെ പ്രതികരണം? സഹപ്രവർത്തകർ വളരെ സന്തോഷമാണെന്ന് മാത്രമല്ല അവർ വളരെയധികം ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവർ വളരെ അത്ഭുതത്തോടെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് തന്നെ ഇത്തരം നാടൻ കലകളുടെ പുരോഗമനാത്മകമായ സ്വഭാവം വിലയിരുത്തുന്നതിനും അതിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും അതിനെ വളർത്തിയെടുക്കുന്നതിനും മാഷ് കാര്യമായ പരിശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ വിക്ടോറിയ കോളേജിലെ ഒരു റിട്ടയേർഡ് പ്രൊഫസർ എന്നതിനേക്കാൾ കാവേറ്റത്തിൻ്റെ ചന്ദ്രൻ മാഷ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കാവേറ്റൻ ചന്ദ്രൻ മാഷ് എന്ന ഒരു ഖ്യാതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു വിക്ടോറിയൻ സൂക്ഷ്മത്തിൽ നിന്ന് വലിയൊരു സ്ഥൂലത്തിലേക്ക് മാഷ് ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലം ഈ കാവേറ്റത്തിൻ്റെ ജൈവപരമായ വളർച്ചയെ കാണിക്കുന്ന ഒരു നാഴികക്കല്ലാണെന്ന് കൂടി തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിലേത് കിട്ടിയത് ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സർവീസിൽ ഇരിക്കുമ്പോഴും
ഇത് അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ അതായിട്ട് പോകുന്നില്ലെങ്കിലും എപ്പോഴും ഉണ്ട് ഈ പാട്ടുകളും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും എനിക്കും കുട്ടികൾക്കും എന്നും പറഞ്ഞു തരും. കുട്ടികൾക്കും ഇതിനെപ്പറ്റി വളരെ നന്നായി അറിയാം. അവർ ഈ പാരമ്പര്യം ആഗ്രഹിക്കുന്നവരാണ്. ചെറിയ ഉടുക്കുപാട്ടും അതുപോലെ ചെണ്ടയൊക്കെ അവർ അരങ്ങേറ്റം നടത്തി ഈ പാരമ്പര്യത്തിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന നാട്ടുപാട്ടുകളും തോറ്റങ്ങളും അനുഷ്ഠാന കലാരൂപങ്ങളും ശേഖരിച്ച് ഡോക്യുമെൻ്റ് ചെയ്ത് CD-കളായും പുസ്തകങ്ങളായും പുതുതലമുറയിൽ എത്തിക്കുക തൻ്റെ ജന്മദൗത്യമായി കരുതുന്നു പ്രൊഫസർ ചന്ദ്രൻ. ഒറ്റപ്പെട്ട വ്യക്തികളുടെ ഓർമ്മകളിൽ മാത്രം നിലനിന്നിരുന്ന നന്ദുണിപ്പാട്ടുകൾ, തോലന്നൂർക്കാരുടെ തോലന്നി മുടിത്തോറ്റം, കുത്തന്നൂരിൻ്റെ മലയപ്പൊറാട്ട്, മുണ്ടൂരിന്റെ കുമ്മാട്ടിപ്പാട്ടുകൾ തുടങ്ങിയവയ്ക്ക് ഇദ്ദേഹവും കാവേറ്റവും അരങ്ങിൽ പുനർജീവൻ നൽകി. തെക്ക് തിരുവനന്തപുരം ആലുവ അമ്പലപ്പുഴ ഇരുട്ടുകടൽ പാട്ടോല വൈക്കം കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തമായ രാജ്യമാണ്. തെക്ക് തിരുവനന്തപുരം ആലുവ അമ്പലപ്പുഴ ഇരുട്ടുകടവ് വൈക്കം കൊല്ലം പാട്ടോല എന്ന് പറഞ്ഞ സ്ഥലം നിന്റെയാണ്. അതെ. അപ്പൊ നിന്റെ ജാതികൾ എന്താണ്? ജാതികൾ വന്ന് കുറവനാണ്. ഓ, ജാതികൾ വന്ന് തുറവൻ. കുറവൻ. നിങ്ങൾ പറയുന്ന സാധനം മണ്ണ് തുളച്ചു പോകുന്നതാ. ഞാൻ മണ്ണിന്റെ മീതെ പോകുന്നതാണ്. ഞങ്ങള് നാടൻ പാട്ടുകൾ പല വേദികളിലും അവതരിപ്പിക്കുന്ന സമയത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ വരികൾ കിട്ടാനുണ്ടോ, ഈ പാട്ടിൻ്റെ വരികൾ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടാം, ഇതിൻ്റെ പുസ്തകമുണ്ടോ എന്ന രൂപത്തിൽ അന്വേഷിക്കും. അപ്പോൾ പല സ്ഥലത്തുനിന്ന് അങ്ങനെ അന്വേഷണങ്ങൾ വന്നു. പിന്നെ സ്കൂൾ കലോത്സവം വരുന്ന സമയത്ത് പല സ്കൂളുകാരും വിളിക്കും, നാടൻ പാട്ടിൻ്റെ പാട്ടുപുസ്തകം കിട്ടാനുണ്ടോ, CD കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആൾക്കാർ സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കാൻ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കിവിടെ ഈ പാട്ടുകളെല്ലാം ചേർത്തിട്ട് അത് കുട്ടികൾക്ക് പഠിക്കാനും കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെ സൗകര്യമായിരിക്കും. നാട്ടിൽ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളേതായാലും കാവേറ്റം വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ പാട്ടുകളും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട നാടൻ പാട്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പാട്ടിൻ്റെ ചൂട്ടുകൾ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്.